പ്രിയപ്പെട്ടവരെ, ഞാനൊരു സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സയൻസ് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് നിങ്ങളെ പതുക്കെ ഒന്ന് ക്ഷണിക്കുകയാണ്. ഒരു സയൻസ് ടീച്ചർ ഒരു ആപ്പിളുമായി ഒരു ക്ലാസ് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് കുട്ടികളെല്ലാവരും, ലോകമെമ്പാടുമുള്ള പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഒരാളുടെ പേര് ഓർമ്മിച്ച് പറയും. നിങ്ങൾക്കും മനസ്സിൽ ഓർമ്മ വന്ന് കാണും, ഐസക് ന്യൂട്ടൻ. ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ബാംബു എടുത്ത് ആ ബാംബു നിങ്ങളെ കാണിച്ചു തന്ന് ഈ ബാംബുവിലൂടെ നിങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു പേര് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഒരാൾ പോലും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന അയാളുടെ പേര് പറയില്ല. കാരണം മലയാളി ഇന്നും അയാളുടെ പേര് തെറ്റാതെ പറയാൻ പഠിച്ചിട്ടില്ല. സംഗമ ഗ്രാമ മാധവൻ, അല്ലെങ്കിൽ മാധവ ഓഫ് സംഗമ ഗ്രാമ. പണ്ട് കേരളത്തെ 32 ഗ്രാമങ്ങളായി തിരിച്ചതിൽ ഇരിങ്ങാലക്കുടയ്ക്ക് കിട്ടിയ പേരാണ് സംഗമഗ്രാമം. ഈ സംഗമഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് 1340 മുതൽ 1425 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് തൻ്റെ നേത്രങ്ങൾ കൊണ്ട്, തൻ്റെ ബുദ്ധിയുടെ വികാസം കൊണ്ട് പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ മുഴുവനും മനക്കണ്ണിലേക്ക് ചേർത്ത് വയ്ക്കാനും കണ്ണളവുകളിലൂടെ ഗോളങ്ങളുടെ ചലനങ്ങളെ മുഴുവനും നിരീക്ഷിച്ചറിയാനും കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചുപോയി 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 16-17 നൂറ്റാണ്ടുകളിൽ മാത്രം ജീവിച്ചിരുന്ന ഐസക് ന്യൂട്ടനെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ നാട്ടിൽ ജനിച്ച് ലോകം മുഴുവനും ഇന്ന് എടുത്തു പ്രയോഗിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര മേഖലയ്ക്ക് അടിത്തറ പാകിയ സംഗമഗ്രാമ മാധവനെയോ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെയോ പിന്നാലെ വന്ന ശിഷ്യ പരമ്പരയെയോ ഇന്നും അടയാളപ്പെടുത്തുന്ന കാര്യത്തിൽ നാം വിയർത്തുകൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. എങ്ങനെയാണ് സംഗമഗ്രാമ മാധവൻ എല്ലാ സുപ്രധാന ഗണിത സിദ്ധാന്തങ്ങളുടെയും തലപ്പത്തേക്ക് വന്നത് എന്ന് ഒരു കൗതുകകരമായ ഒരു അന്വേഷണമാണ്. ഞാനതിൻ്റെ കണ്ടന്റിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇന്ന് നാം എടുത്തു പെരുമാറുന്ന പൈയുടെ അളവുകൾ, സൈൻ കൊസൈൻ പട്ടികകൾ, പരിമിത ശ്രേണിയിൽ നിന്ന് അപരിമിത ശ്രേണിയിലേക്കുള്ള ഗണിത സിദ്ധാന്തങ്ങളുടെ വഴിത്തിരിവുകൾ, അനന്ത സൂക്ഷ്മം എന്ന ഗണിത സങ്കല്പനത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ, ഇതെല്ലാം അവതരിപ്പിച്ചിരുന്ന കൃതികൾ എഴുതിയത് കൊണ്ട് തന്നെ ഇന്നത്തെ മോഡേൺ മാത്തമാറ്റിക്സിന്റെ പിതാവ് എന്ന നിലയിൽ ഇന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് സംഗമഗ്രാമ മാധവൻ. എങ്ങനെയാണ് ഇന്ന് സംഗമഗ്രാമ മാധവൻ എല്ലാ ഗണിത സിദ്ധാന്തങ്ങളുടെയും ഒന്നാം എഴുത്തുകാരനായി മാറിയത് എന്നതുകൂടിയും കൗതുകകരമായ ഒരു അന്വേഷണമാണ്. ഇന്നത്തെ നമ്മുടെ ഗണിതം പഠിക്കുന്ന കുട്ടികൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളുടെയും ഫസ്റ്റ് ഓതർ ഇന്ന് മാധവനാണ്. മാധവ ന്യൂട്ടൺ സീരീസ്, മാധവ കോപ്പർനിക്കസ് സീരീസ്, മാധവ ലെബനിസ് സീരീസ്, മാധവ ഗ്രിഗറി സീരീസ്. ഗണിത മേഖല ഇന്ന് മാധവനെ ഒന്നാം എഴുത്തുകാരനായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു വ്യക്തിയുടെ കഥകള് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് മാധവൻ എന്ന പേരിലല്ല, ഒരു അമാനുഷികനായ ഒരു അമാനുഷികത വേണമെങ്കിൽ ആരോപിക്കാവുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ അമ്മിക്കല്ലിൽ തലവെച്ച് കിടന്ന് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളുടെ ചലനങ്ങളെ കണ്ടെത്തി കണക്ക് കൂട്ടലുകളിലൂടെ പുതിയ ഗണിത സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു വലിയ അമാനുഷിക കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും മറ്റ് അത്തരം അനുബന്ധ പോഷക സംഘടനകളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രമോ അല്ലെങ്കിൽ ഈ ജ്യോതിശാസ്ത്രം ഉപയോഗിച്ച് ഗണിതം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികളോ ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ നായകരെന്നോ അല്ലെങ്കിൽ ഇത്
പാഗൻ പ്രാക്ടീസസ് എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു മേഖലയിൽ വ്യാപരിച്ചവർ എന്നോ ഒക്കെ നമ്മൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയവരാണ്. കാരണം ഇവരൊന്നും കൈകാര്യം ചെയ്തത് ശാസ്ത്രമല്ല, ഇവർക്കൊന്നും ശാസ്ത്രത്തിന്റെ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് മാധവൻ എന്ന വ്യക്തിയുടെ ഒരു പുസ്തകം, ആദ്യം പുറത്തു വന്ന ഒരു പുസ്തകം, അതിൻ്റെ പേര് വേണുവാരോഹം എന്നാണ്. മുളയേറ്റം എന്ന് അതിനെ മലയാളത്തിലേക്ക് വേണമെങ്കിൽ പറയാം. ബാംബുവിൻ്റെ ഒന്നിടവിട്ടുള്ള കവരങ്ങളിലൂടെ സമയം 28 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായി ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച് ഒരു ചാന്ദ്രമാസം കൃത്യമായി അടയാളപ്പെടുത്തുന്ന പുസ്തകമാണത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ട്രൂ മൂൺ. ഇതേ തുടർന്ന് അദ്ദേഹം എഴുതിയ 8 പുസ്തകങ്ങളിൽ 7 ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. 8ാമത്തെ പുസ്തകത്തിനുള്ള അന്വേഷണങ്ങളും അലച്ചിലുകളും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്ത് ഗണിതത്തിൽ അമാനുഷികമായ സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിൽ ഇന്ന് നമ്മൾ എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് എങ്കിലും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്ന് ഇന്ന് എൻ്റെ ജീവിത കാലം കൊണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ എൻ്റെ ഗവേഷണ പരിചയം കൊണ്ട് എനിക്കിന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. കാരണം ഇന്ന് നമുക്ക് റിസർച്ച് മെത്തഡോളജി നമ്മൾ ഇന്ന് പാശ്ചാത്യ സംഭാവനയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു റിസർച്ചിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിന് നമുക്കിന്ന് നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു നിയതമായ ഒരു ചട്ടക്കൂടുണ്ട്. ആദ്യം ഒരു ശീർഷകം, ഇൻട്രൊഡക്ഷൻ, ശീർഷകം, അബ്സ്ട്രാക്ട്, കീവേഡ്സ്, ഇൻട്രൊഡക്ഷൻ, എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് ടെക്സ്റ്റ്, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി, ഇങ്ങനെ പറയുന്ന ഒരു സാധനത്തിനെ മുഴുവനും നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയാൽ ഇതിൻ്റെ മുഴുവനും എന്താണ് ഫാദർ ഓഫ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞു തരിക ഫ്രാൻസിസ് ബേക്കൺ എന്നാണ്. ഫ്രാൻസിസ് ബേക്കൺ ജീവിച്ചിരിക്കുന്നത് 1640-കൾക്ക് ശേഷമാണ്. എന്നാൽ മാധവന്റെ വേണുവാരോഹം എഴുതപ്പെട്ടിരിക്കുന്നത് 1400-കളിലാണ്. ഞാൻ ഈ പറഞ്ഞ അതേ റിസർച്ച് ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണത്. എങ്ങനെയാണ് ഒരു ഫിലോസഫിക്കൽ പാത മുന്നോട്ട് വെക്കുന്നത്, ഫിലോസഫിക്കൽ ഐഡന്റിറ്റി മുന്നോട്ട് വെക്കുന്നതിൽ ഭാരതം നമുക്ക് മുൻപുണ്ടായിരുന്ന പൂർവ്വ ഗാമികൾ നമുക്ക് വഴികാട്ടിയത് എന്നുള്ളതിന് ഏറ്റവും നല്ല എവിഡൻസ് കൂടിയാണ് ഈ പുസ്തകം. ഈ ഒരു അന്വേഷണത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പതിറ്റാണ്ട് നീളുന്ന എൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഞാൻ പരിചയപ്പെട്ടിരുന്ന മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. മഹോദയപുരം എന്ന ഒരു 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയെ അടയാളപ്പെടുത്താൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ 2ാം ചേര ഡൈനാസ്റ്റിയെ തന്നെ നമ്മൾ നിർണായകമായ ഒരു ചരിത്രത്തിന്റെ തെളിവ് വെച്ച് നമ്മൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നിർണായകമായി നമ്മൾ ഉപയോഗിക്കുന്ന തെളിവ് നൽകുന്ന പുസ്തകമാണ് ശങ്കരനാരായണൻ എഴുതിയ ലഘുഭാസ്കരീയ വിവരണം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒബ്സർവേറ്ററിയിലേക്ക് ഗോളയന്ത്രം, ജലേശസൂത്രം, ഘടിക, നാഴിക തുടങ്ങിയ നിരവധി എക്യുപ്മെന്റുകൾ ധാരാളമായി ഇവിടെ സംഭാവന ചെയ്തിരിക്കുന്നതിനാൽ ഈ സംഭാവന ചെയ്ത രാജാവിന്, ഇതിനൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്ത രാജാവിൻ്റെ ബഹുമാനാർത്ഥം ഞാൻ ഈ ഒബ്സർവേറ്ററിക്ക് രവിവർമ്മ യന്ത്രാലയം എന്ന് പേരിടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മഹോദയപുരത്തുണ്ടായിരുന്ന ഒബ്സർവേറ്ററി ഇന്ന് എവിടെയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇത്തരം അന്വേഷണങ്ങളുടെ പിറകിലേക്ക് നമ്മൾ പോകേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞുപോയ ഒരു ജീവിതത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ഒരു എൻ്റെ ഒരു ആവശ്യം കൂടി അതാണ്. നമ്മളുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, നമ്മളുടെ താളിയോലകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് നമുക്ക് സയന്റിഫിക് ആവുന്നില്ല എന്ന ഒരു ചിന്ത നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരേണ്ട ഒന്നാണ്. ശാസ്ത്രം എന്നത് യൂറോപ്പിൽ നിന്ന് നമുക്കുള്ളിലേക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ബോധ്യങ്ങളിൽ ഉറച്ചിരിക്കുന്ന ഒരു വിശ്വാസം. ഭാരതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും 2024 ഒക്ടോബറിൽ ജെ രഘു എന്ന വലിയ ഫിലോസഫർ ഭാഷാപോഷണിയിൽ എഴുതിയ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലുണ്ടായിരുന്നവർ പ്രത്യേകിച്ചും പാതിനഗ്നരോ അർദ്ധനഗ്നരോ ഒക്കെ ആയിരുന്നു, അപരിഷ്കൃതരായിരുന്നു. അവർക്കുള്ളിൽ നിന്നൊരിക്കലും ഇത്തരം ഉയർന്ന കൊഗ്നിറ്റീവ് ഡിമാൻഡ് ഉയർത്തി വരാവുന്ന സിദ്ധാന്തങ്ങൾ ഉണ്ടാവുക
ഒരിക്കലും സംഭവ്യമല്ല എന്ന് അദ്ദേഹം തൻ്റെ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കൊരു കൊളോണിയൽ അടിമത്തം നമ്മളുടെ മനസ്സിലേക്ക് പകർന്നു തന്ന ഒന്നാണ് എന്നാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയത്. സയന്റിഫിക് ടെമ്പർ എന്നത് ഒരു യൂറോപ്പിൻ്റെയും സംഭാവനയല്ല എന്നും അത് ഭാരതത്തിലുണ്ടായിരുന്നത്, പ്രത്യേകിച്ചും കേരളത്തിലുണ്ടായിരുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ബോധ്യം, നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശാസ്ത്ര ബോധ്യം ജസ്യൂട്ട് മിഷണറിമാർ വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യൂറോപ്പിലേക്കുള്ള ട്രാൻസാക്ഷൻസ് വഴിയോ മറ്റു മാനങ്ങളിലൂടെ വീണ്ടും അവിടെ അവതരിപ്പിച്ചിടുന്നതിനെ നമ്മൾ വീണ്ടും ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ് എന്നുള്ളത് ഇന്നെനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് അസന്നിഗ്ധം തെളിയിക്കാൻ എൻ്റെ ഗവേഷണ ജീവിതം കൊണ്ട് എനിക്കിന്ന് കഴിയും. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ കുത്തകയല്ല, യൂറോപ്പിൻ്റെ സംഭാവനയല്ല, അത് നമ്മുടേത് തന്നെയാണ്. വില്യം ഡാൻറ്റിമ്പിളിൻ്റെ 2024 പുറത്തു വന്ന പുസ്തകം ദ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന പുസ്തകം, ഹൗ ഏൻഷ്യന്റ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് ഒന്ന് വായിക്കേണ്ടതുണ്ട്. നമ്മൾ പറയും സ്പൈസസിൻ്റെയും അല്ലെങ്കിൽ ഇക്കോണമിക്ക് ചുക്കാൻ പിടിച്ചിരുന്ന നാടാണ് നമ്മൾ എന്ന് പറയും. കുരുമുളക് അന്വേഷിച്ചാണ് പോർച്ചുഗീസ് വന്നത് എന്ന് പറയും. അതല്ല എന്ന് തീർച്ചയായും നമ്മളുടെ പഴയ താളിയോല ശേഖരങ്ങളെ നമ്മൾ പരതിയാൽ മനസ്സിലാക്കും. നമ്മളുടെ സയൻസാണ് പാശ്ചാത്യൻ്റെ കേരളത്തെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആക്കി നിലനിർത്തുന്നതിൽ പാശ്ചാത്യൻ നമുക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു കാരണമാക്കി വെക്കുന്നത് തന്നെ നമ്മുടെ ശാസ്ത്രബോധ്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ ഇപ്പോഴും ലെബനിസും കോപ്പർനിക്കസും തെളിച്ചു തന്ന ശാസ്ത്ര ബോധ്യമാർഗങ്ങളാണ് നമ്മളുടേത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താളിയോലകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മലയാളം ക്ലാസ്സിലേക്ക് പോയി അതിനെ ഒരു കവിതയായി വേണമെങ്കിൽ പഠിപ്പിക്കാം. എനിക്കൊരു സംസ്കൃതം ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ശിവദൂതനെ പര്യാപ്ത ഹൃദയം കൊണ്ട് ഹരിച്ച് എന്ന് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒരു ശ്ലോകത്തെ വിശദീകരിക്കേണ്ടി വന്നാൽ, ശിവന്റെ ഒരു ദൂതൻ ഉണ്ടായിരുന്നു, അതിനെ പര്യാപ്ത ഹൃദയൻ എന്ന് മറ്റൊരാൾ വന്ന് ഹരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു എന്ന് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പറയാം. പക്ഷേ ശിവദൂതൻ ഡിവൈഡഡ് ബൈ പര്യാപ്ത ഹൃദയം എന്ന് വായിക്കാൻ കഴിയുന്ന ഒരു കടപയാതി സങ്കേതത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതൊരു ടെക്സ്റ്റാണ്, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് അത് എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ പഴയ ശാസ്ത്രം മുഴുവനും എൻകോഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വലിയ സാങ്കേതിക സംവിധാനമായിരുന്നു കടപയാതി. അക്ഷരങ്ങൾക്ക് അക്കങ്ങളുടെ വാല്യൂ കൊടുത്ത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കവിതകൾ രചിക്കുകയാണ്. ഒരു താളിയോല നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. താളിയോലയിൽ മഷി വെച്ചിട്ടല്ല എഴുതുക. താളിയോലയിൽ നാരായം കൊണ്ട് ആ ഒരു ഓലയിൽ കാർവ് ചെയ്തെടുക്കുകയാണ്. അവിടെ നമുക്ക് പ്ലസ്, മൈനസ്, ഹരണം, ഗുണനം തുടങ്ങിയ ചിഹ്നങ്ങളൊന്നും ഇടാൻ കഴിയില്ല. കാരണം ആ ഓല പൊട്ടിപ്പോവും. ഒരു ഓല പ്രോസസ്സ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഒരു മാസത്തെ പണിയുണ്ട്. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഒരു എഴുത്ത് സാമഗ്രിയെ നമുക്ക് ഉരുട്ടിയുള്ള അക്ഷരങ്ങളിലൂടെ മാത്രമേ എഴുതാൻ കഴിയൂ. അത് മെമ്മറിയിൽ ഇരിക്കണം. ഈ മെറ്റീരിയൽ നശിച്ചു പോയാലും നമുക്കത് മെമ്മറിയിൽ ഇരിക്കണം. അതിനാണ് നമ്മൾ വൃത്തം, താളം, ഛന്ദസ് തുടങ്ങിയ പ്രാസം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ചേർത്ത് വസന്തതിലകമോ തരംഗിണിയോ ഒക്കെയുള്ള വൃത്തങ്ങളിലാണ് നമ്മളൊരു കൃതിയെ നമ്മൾ ഇന്ന് എൻകോഡ് ചെയ്ത് വെക്കുന്നത്. ഇതിനെ മനസ്സിലാക്കാതെ, നമ്മളതിൻ്റെ കടപയാതി മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ അതിനൊരു സാഹിത്യമായി വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം, ശാസ്ത്രവും സാഹിത്യവും ഒരേ സമയം ഒരേ ശ്ലോകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന നമ്മളുടെ പൂർവ്വസൂരികളുടെ ആ ഒരു ബൗദ്ധിക ശേഷിയെക്കുറിച്ച് നമ്മളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവണം. പ്രാതശ്ചരം വണികജാതി വശാധനർണം എന്നൊരു വരി ലഗ്നപ്രകരണം എന്ന ഞാൻ കണ്ടെടുത്തൊരു ഗ്രന്ഥത്തിലുണ്ട്. ഈ ശ്ലോകത്തെ വായിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പ്രാതശ്ചരം, പ്രാതക്കാലത്ത് ചരിക്കുന്നത്, ഏർലി മോർണിംഗിൽ സഞ്ചരിക്കുന്ന വണികജാതി. വണികർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ പോലെയുള്ള ജാതികളുടെ വശാധനർണം, അവരുടെ കൈവശമുള്ള ധനം പോലെയുള്ള സാമഗ്രികൾ. കച്ചവടക്കാർക്ക് സ്വത്തുണ്ടാവുമല്ലോ. ഇങ്ങനെയും വേണമെങ്കിൽ എനിക്കതിനെ അർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇതില് വണികജാതിയും ധനർണവുമൊക്കെ കടപയാതി വാക്കുകളാണ് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നമുക്കുണ്ടായിരുന്നതൊന്നും ശാസ്ത്രമല്ല എന്നും ശാസ്ത്രീയ ബോധ്യങ്ങളല്ല എന്നും പറയുന്നതിലെ ആ
എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നമുക്കുണ്ടായിരുന്നതൊക്കെ ഒരു തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മളൊന്ന് തിരിച്ചു നടക്കേണ്ടത്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൻ്റെ യാത്രയിൽ എൻ്റെ കൈകളിലൂടെ കടന്നുപോയ താളിയോലകൾ അത് കാണുമ്പോൾ നമുക്കിങ്ങനെ നെഞ്ചുപൊട്ടുന്ന വേദനയുണ്ടാവും. പലതും ആളുകളല്ല വായിച്ചിട്ടുള്ളത്, പ്രാണികളാണ്. അതിൽ കൂടുതലും ഒരു പുറത്ത് നല്ല ഭംഗിയിലിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഒരു ചെറിയ ഹോള് മാത്രമേ പുറത്തുനിന്ന് കാണുകയുള്ളൂ. അതിനുള്ളിൽ വലിയ സാമ്രാജ്യം തീർത്തിട്ടുള്ള പ്രാണികളുടെ കൂടുകൾ ഉണ്ടാവും. ഒരു വാക്ക് പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കടബയാതി വാക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിൽ നിന്ന് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും അടിയന്തരമായി ഇത് പ്രിസർവ് ചെയ്യേണ്ടതാണ്, ഇതിനൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ബിവോക് മലയാളം ആൻഡ് മാനുസ്ക്രിപ്റ്റ് മാനേജ്മെന്റ് എന്ന ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് UGCക്ക് അയച്ചു. ഏതോ ഒരു ഭാഗ്യത്തിന് ആ കോഴ്സ് കിട്ടുകയും ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു അംഗീകൃത ബിരുദ കോഴ്സായി ഞങ്ങളതിനെ ഒരു 6 വർഷം നടത്തിയിരുന്നു. എൻ്റെ കോളേജിൽ, ഇരിങ്ങാലക്കുട സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ ആ ഒരു കോഴ്സ് റൺ ചെയ്തിരുന്നു. ആ കോഴ്സിൽ ഈ കുട്ടികളെ മുഴുവനും താളിയോലകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ, താളിയോലകൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ, താളിയോലകൾ എങ്ങനെ കാറ്റലോഗ് ചെയ്യാം, ഇതിനെങ്ങനെ വായിച്ചെടുക്കാം, എങ്ങനെ കടബയാതി വാക്ക് കണ്ടുപിടിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ആ കോഴ്സിനുള്ളിൽ പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുണ്ട് എന്നും ഈ വിവരങ്ങൾ കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് മാധവീയം എന്ന പേരിൽ കടബയാതിക്ക് ആദ്യത്തെ ഒരു ത്രിമാന രൂപം കൊടുത്ത് ഒരു ഇൻസ്റ്റലേഷൻ, ഒരു കടബയാതി, ഒരു പരൽപ്പേര് എന്ന് പറയുന്ന ആ ഒരു പരൽ സംഖ്യയ്ക്ക് ഒരു ഇൻസ്റ്റലേഷനും കൊടുത്ത് ഒരു സ്ക്രിപ്റ്റ് ഗാർഡനും ഞങ്ങൾ അതിൻ്റെ ഭാഗമായി അവിടെ സജ്ജീകരിച്ചു. ഒരു നല്ല ലബോറട്ടറി, UGCയുടെ നല്ലൊരു ധനസഹായം കിട്ടിയത് കൊണ്ട് തന്നെ ഒരു നല്ല മനോഹരമായ ഒരു ലബോറട്ടറിയും ഞങ്ങൾക്ക് അതിനുള്ളിൽ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 2018 ഒരു ഫ്ലഡ് ഞാൻ അതുവരെ സമാഹരിച്ച എൻ്റെ എല്ലാ ഗവേഷണ രേഖകളെയും ഒഴുകിക്കൊണ്ടാണ് പോയത്. ഇപ്പോൾ 2019 വന്ന സമയത്ത് ആ ഒരു ക്രൈസിസിനെ മറികടക്കാൻ ഞങ്ങളുടെ ഒരു ലബോറട്ടറി സജ്ജമായിരുന്നു. എന്നാൽ 5 ലക്ഷത്തോളം പബ്ലിക് ഡോക്യുമെന്റ്സ് പ്രിസർവ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി വന്ന ഒരു അഭിമാനം തന്നെയാണ്. ഈ ഡോക്യുമെന്റുകളെല്ലാം ഇന്ന് പുതിയ കാലത്തിലേക്ക് വായിച്ച് പുതിയ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹെറിറ്റേജ് ഡോക്യുമെന്റേഷന്റെ ഏതെങ്കിലും സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ പുതിയ കാലഘട്ടത്തിലേക്ക് കൂടി ഇത് കടന്നു വരേണ്ടതുണ്ട്. കാരണം നമ്മുടെ ISRO ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ചാന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾക്കൊക്കെ കുറെ കൂടി വേഗം കൂടുന്ന ഒരു വലിയ അടിസ്ഥാനം നമ്മളുടെ നാടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് നമുക്ക് നമ്മുടെ പുരാരേഖാ സഞ്ചയം നമുക്ക് മുന്നിലേക്ക് നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെയൊക്കെ ഞാനൊക്കെ ഒരു തുടങ്ങുന്ന സമയത്തൊന്നും ഒരിക്കലും എല്ലാവരുടെയും എന്താ പറയുക സ്വീകാര്യതയിലേക്ക് വരുന്ന ഒരു ഗവേഷണമെന്നോ ഒരു ഗവേഷണം എന്ന് പോലും വിളിക്കാവുന്ന ഒരു മേഖലയിലൊന്നും നിലനിന്നിരുന്ന ഒരാളല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ UGC നടത്തിയ ഒരു എക്സിബിഷനിൽ UGCയുടെ പവലിയനിലേക്ക് മാധവനെ കുറിച്ചുള്ള ഈ ഒരു റിസർച്ച് പ്രസന്റ് ചെയ്യാമോ എന്ന് ഡോക്ടർ സലിലിൻ്റെ ഒരു മെയിൽ എനിക്ക് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഗവേഷണം അവിടെ UGCയുടെ ഒരു പവലിയനിൽ ഭാരത മണ്ഡപത്തിൽ വെച്ചായിരുന്നു നടന്നത്. അവിടെ അവതരിപ്പിക്കുകയും ഭാഗ്യവശാൽ യൂണിയൻ മിനിസ്റ്ററായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആദരണീയനായ ധർമ്മേന്ദ്ര പ്രധാൻ അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഈ ഗവേഷണം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അദ്ദേഹം UGC ചെയർമാനോടും ജഗദേഷ് കുമാർ സാറിനോടും മനീഷ് സാറിനോടും സെക്രട്ടറി ആയിട്ടുള്ള മനീഷ് സാറിനോടും എൻ്റെ ഗവേഷണത്തിന് മേൽനോട്ടം നൽകാനും വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആ സ്പോട്ടിൽ വെച്ച് പറഞ്ഞതിൻ്റെ ബാക്കിയിലാണ് ഒരുപക്ഷെ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഈ ഒരു വിഷയം ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നുണ്ടെന്നും ഇത്തരം ചില ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഒക്കെ അറിയാൻ സാധ്യതയുണ്ടാവുക. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് UGCയുടെ ഇടപെടൽ വഴി NBTയിലേക്ക് ഞാൻ കണ്ടെടുത്ത ലഗ്നപ്രകരണം എന്ന അപ്രകാശിതമായ ഗ്രന്ഥവും മാധവന്റെ തന്നെ അതുവരെ പൊതു സമൂഹത്തിൽ ലഭ്യമല്ലാതിരുന്ന 2 ഗ്രന്ഥങ്ങൾ മാത്രം, വേണുവാരോഹവും ലഗ്നപ്രകരണവും അതിൻ്റെ അനുബന്ധ 5 ലേഖനങ്ങളും കൂടെ ചേർത്ത് സംഗമഗ്രാമ മാധവന്റെ 2 കൃതികൾ എന്ന പേരിൽ NBT വഴി എൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറക്കുകയും ചെയ്തത്.
ഇന്നും ഞാൻ ഈ ഒരു വിഷയം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെയാണ്. മാധവൻ ജീവിച്ചിരുന്ന സംഗമഗ്രാമം എന്നത് ഇരിങ്ങാലക്കുട പോലുമല്ല എന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ തർക്കിക്കുകയും കൂടുതൽ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു വലിയ ദയനീയതയ്ക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗവേഷണ ജീവിതത്തിൻ്റെ മുഴുവൻ പങ്കും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ ഇന്ന് ഒരു വലിയ അളവ് വരെയും മാറ്റിവെക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാധവന് മുൻപും മാധവന് ശേഷവും നമ്മൾ കേട്ട് പരിചയമുള്ളതിൽ ഒരു പക്ഷേ സംഗമഗ്രാമ മാധവൻ, നീലകണ്ഠ സോമയാജി, അല്ലെങ്കിൽ ദാമോദരൻ, പരമേശ്വരൻ, ഇത്തരം കുറച്ചു പേരെ മാത്രമേ ഇന്ന് പൊതു സമൂഹത്തിന് എല്ലാവർക്കും അറിയുന്ന ആളുണ്ടാവുകയുള്ളൂ. പക്ഷേ മാധവന് മുൻപുണ്ടായിരുന്നതും മാധവന് ശേഷമുണ്ടായിരുന്നതുമായ 160ഓളം പേരെ തെരഞ്ഞെടുത്ത് പിടിക്കാനും അവരെ ഡോക്യുമെന്റ് ചെയ്യാനും ആ റിസർച്ച് ഹോട്ട്സ്പോട്ടിനെ ഇന്ന് ഡിജിറ്റലി പ്രിസർവ് ചെയ്യാനും അവരെ ആ ഹെറിറ്റേജിനെ ഡോക്യുമെന്റ് ചെയ്യാനുമുള്ള ആ ഒരു പ്രോജക്റ്റ് ഇന്നും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ ഗവേഷണ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരാളെ അന്വേഷിച്ചു പോയ കഥയല്ല എൻ്റെ ഗവേഷണ ജീവിതം. എന്നെ ആരോ അന്വേഷിച്ച് വന്ന ഒരു കഥയാണ്. എന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന് ഞാൻ എവിടെയൊക്കെ മടിപിടിച്ചിരിക്കുന്നോ, ഞാൻ എവിടെയൊക്കെ മാറി നടക്കുന്നോ, അപ്പോഴൊക്കെ വന്ന് ഒരു ടെഡെക്സ് ആയിട്ടോ ഒരു UGCയുടെ പവലിയനായിട്ടോ അല്ലെങ്കിൽ NBTയുടെ ഒരു പുസ്തകമായിട്ടോ പറയൂ എന്ന് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാധവൻ എന്ന സംഗമഗ്രാമ മാധവൻ എന്ന എന്നെ വഴി നടത്തുന്ന ഒരു വലിയ ഒരു നിയോഗമെന്നോ അല്ലെങ്കിൽ എൻ്റെ എന്താണ് ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. സാധാരണ പറയും ഗവേഷകൻ വിഷയത്തിന്റെ പിന്നാലെയാണ് പോകുക എന്ന്. പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ തിരിച്ചാണ്. എൻ്റെ പിന്നാലെ ഈ ഗവേഷണം വരുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാള് ഗവേഷണത്തിൽ വൈകാരികതകൾ പാടില്ല എന്ന് പറയുമ്പോഴും ഇതൊരു വൈകാരികമായ ഒരു അനുഭവം തന്നെയാണ് എനിക്ക്. എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്, എന്ത് സംഭവിച്ചിരിക്കാം മാധവന്, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണത്. ഒരു കല്ല് വെട്ടിയ ഒരു കുളത്തില് പൂപ്പലൊക്കെ പിടിച്ചിട്ടുള്ള കൽവെട്ട് കുളത്തിൽ ഇരുന്ന് മേലേക്ക് നോക്കി ഗോളങ്ങളിൽ ഇങ്ങനെ ഒരു ഗോളത്തിൽ നിന്ന് മറ്റേ ഗോളത്തിലേക്ക് ഇങ്ങനെ മാറിക്കളച്ച്, പണ്ടൊക്കെ 4 മൂലക്കളി കളിക്കുക എന്നൊക്കെ പറയും. അതുപോലെ ഗോളങ്ങളെ എടുത്ത് തൻ്റെ കൈകളിൽ അമ്മാനമാടിയിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അയാളുടെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതാണ് ഗോളവാദ. അത് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാധവനെ പിൽക്കാലത്തെ ശിഷ്യന്മാരെല്ലാവരും അടയാളപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരും ഗോളവാദ എഴുതിയ മാധവൻ, ഗോളവാദ രചിച്ച മാധവൻ, ഗോളവാദയെ കുറിച്ചാണ് എല്ലാവരും വാചാലരാവുന്നത്. പക്ഷേ ആ പുസ്തകം ഇന്നും കാണാമറയത്താണ്. ഒരിക്കലും അത് കണ്ടെത്താതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ അതെൻ്റെ കയ്യിലെത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന് ഒരുപാട് കോപ്പികൾ ഉണ്ടാവും. അവിടെയാണ് നമ്മളുടെ ഡിജിറ്റൽ പ്രിസർവേഷൻ്റെയും കാറ്റലോഗിങ്ങിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതി കുറവ് കൊണ്ട് തെറ്റായ കാറ്റലോഗിങ്ങിലോ അല്ലെങ്കിൽ തെറ്റായ എന്താ പറയുക ഡോക്യുമെന്റേഷനിലോ ഒക്കെ വേറെ ഏതെങ്കിലും കുത്തിക്കെട്ടിയ പുസ്തകത്തിനുള്ളിലോ ഒക്കെ യൂറോപ്പിലോ എവിടെയെങ്കിലും ആ പുസ്തകം ഇരിക്കുന്നുണ്ടാവും. ആ ഒരു പുസ്തകത്തിന് വേണ്ടി തന്നെയാണ് ഇനിയും അന്വേഷണങ്ങൾ നടക്കുന്നത്. നിങ്ങളെ കൂടിയും ഞാൻ എൻ്റെ യാത്രയിലേക്ക് ഒപ്പം ചേർക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും മാധവം സ്മരാമി.